ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വളരെയധികം ആൾക്കാർക്ക് ഡൗട്ടുള്ള ടോപ്പിക്കാണ്. ഓൾറെഡി 3 ദിവസം മുൻപ് ഞാനിത് ടെലഗ്രാമിൽ വ്യക്തമായിട്ട് വോയിസ് മെസ്സേജ് അടക്കം ഷെയർ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് അത് എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിനനുസരിച്ച് ആക്ഷൻസും എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു എക്സ്ട്രാ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ മാത്രമാണ് ഈ ഒരു വീഡിയോ, അല്ലാതെ പുതിയൊരു ഇൻഫർമേഷനോ കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ഗവൺമെൻറ് എല്ലാ എക്സ്ചേഞ്ചുകളുടെ മേലെ പിടി ഉറക്കിയിരിക്കുകയാണ്. കാരണം അവരുടെ റൂൾസ് പാലിക്കാതെ ഈ ഒരു രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ കാരണം ഇത്രയും കാലം എക്സ്ചേഞ്ചിനെ ബാൻ ആക്കും, പക്ഷേ ആക്സസോ കാര്യങ്ങളോ ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്യില്ല. കാരണം എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു ബാനിങ് എന്നുള്ളത്. ബൈബിറ്റ്, ബൈനാൻസ് എല്ലാം തന്നെ ഒരു 2 വർഷം മുൻപ് ബാൻ ആയതായിരുന്നു. പിന്നീട് തിരിച്ചു വന്നിട്ടുണ്ട് ഒരുപാട് എക്സ്ചേഞ്ചുകൾ, ഇൻക്ലൂഡിങ് ബൈനാൻസ് അടക്കം ഇന്ത്യയിലെ FIUൻ്റെ അണ്ടറിലേക്ക് രജിസ്റ്റർ ചെയ്ത് എല്ലാ റൂൾസും പാലിച്ചുകൊണ്ടാണ് നിലവിൽ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, ഇന്ത്യയിലെ റൂൾസ്, അതായത് 1% TDS, 30% ടാക്സ്, ഈ ഒരു കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര ട്രേഡുകൾ നടത്തുന്നുണ്ട്, നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്, നമുക്ക് എത്ര ലോസ് ഉണ്ട്, എല്ലാം ഗവൺമെൻറ് ട്രാക്ക് ചെയ്യും. അപ്പോൾ ഇത് പറയുമ്പോൾ 1000 സംശയം വരും. ഞാൻ ഓൾറെഡി ഒരു ടാക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങളുടെ സംശയം തീരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടൊരു CA അല്ലെങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടൻറ്റിനെ കൺസൾട്ട് ചെയ്യുക. ഓക്കെ, വലിയ എമൗണ്ടൊക്കെ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയവും തീരും. എനിക്കൊരിക്കലും പേഴ്സണലി എല്ലാവർക്കും റിപ്ലൈ തരാനോ മെസ്സേജിന് റിപ്ലൈ തരാനോ ഉള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ FIUൻ്റെ കാര്യം പറയാൻ കാരണം, ഈ FIUൻ്റെ റൂൾസ് റെഗുലേഷൻസ് എല്ലാം പാലിച്ച് വർക്ക് ചെയ്യുന്ന എക്സ്ചേഞ്ചുകൾക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റൂ. അതായത് ബൈനാൻസ്, CoinDCX എല്ലാം തന്നെ ഇതിനകത്ത് വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരാത്ത എല്ലാ എക്സ്ചേഞ്ചുകളും എന്താക്കും, ഒന്ന് ബാൻ ആക്കും ആദ്യം. പിന്നീട് റെഗുലേഷൻസ് പിന്നെയും പാലിക്കുന്നില്ലെങ്കിൽ യൂസേഴ്സിൻ്റെ ആക്സസും റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടും. അതാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ബൈബിറ്റും ബൈനാൻസും എല്ലാം ഒരുമിച്ച് ബാനായ ആപ്പുകളാണ്. ബൈനാൻസ് എല്ലാം ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. ബൈബിറ്റ് റൂൾസോ കാര്യങ്ങളൊന്നും പാലിച്ചിരുന്നില്ല ഇതുവരെ. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, യൂസേഴ്സിൻ്റെ ആക്സസും നിർത്തിയിട്ടുണ്ട്. യൂസേഴ്സിന് പിന്നെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഓൾറെഡി ടെലഗ്രാമിൽ പറഞ്ഞ കാര്യമാണ്. ജനുവരി 12 കഴിഞ്ഞ് നമുക്ക് സെല്ലോ ബൈയോ പുതിയ ട്രേഡുകളോ ഒന്നും തന്നെ ബൈബിറ്റ് എക്സ്ചേഞ്ചിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഫണ്ട് ബൈബിറ്റിലുണ്ടോ, ഒന്നും പേടിക്കാനില്ല. ഫണ്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ തന്നെ വെക്കാം. കാരണം എന്താണ്, പെർമനൻ്റ്ലി സർവീസ് സ്റ്റോപ്പ് ചെയ്ത് പോവല്ല, ഫ്യൂച്ചറിൽ തിരിച്ചു വരും. നമുക്ക് വീണ്ടും ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അസറ്റ് അവിടെ തന്നെ വെക്കാം. ഞാൻ ടെലഗ്രാമിൽ പറഞ്ഞ പോലെ തന്നെ വിഡ്രോവൽ നമുക്ക് എന്നും അവൈലബിൾ ആണ്. വിഡ്രോവൽ മാത്രം, വേറെ ഓരോ ഓപ്ഷനും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്താണ് ഈ ബൈബിറ്റ് യൂസേഴ്സ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, ഞാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ 2 അക്കൗണ്ടാണ് നിലവിൽ ബൈബിറ്റിലുള്ളത്. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ പ്രൈമറി അക്കൗണ്ട് ബൈബിറ്റിലാണ്. എൻ്റെ ഫേവറേറ്റ് എക്സ്ചേഞ്ച് 12 വരെ ബൈബിറ്റ് ആയിരുന്നു. ഇനി ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ചേഞ്ച് മാറിയിട്ടുണ്ട്. ഏത് എക്സ്ചേഞ്ച് ആണെന്നുള്ള കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട്, ഞാൻ വീഡിയോ എടുക്കാനും എയർ ഡ്രോപ്പ് ഫാമിംഗ് എല്ലാം കാണിച്ചു തരുന്ന അക്കൗണ്ട് ഈ ഒരു സെക്കൻഡ് അക്കൗണ്ടാണ്. ഈ ഒരു അക്കൗണ്ടിൽ നോക്കുകയാണെങ്കിൽ നിയർലി $10,000 ബാലൻസ് ഉണ്ട്. ഓക്കെ, അസറ്റ്സിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ 99% USDT തന്നെയാണ്. സ്പോട്ടിൽ പോലും ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ കോയിൻസ് വാങ്ങിയിട്ടിട്ടില്ല. ഇത് USDT മാത്രമാണ്. ഓക്കെ, അപ്പോൾ $9,600 USDT ഉണ്ട്. അതിൽ 9,100 അവിടെ കാണിക്കുന്നുള്ളൂ. കാരണം എന്താണ്, ഏകദേശം $500 എനിക്കിപ്പോൾ ഒരു ട്രേഡിൽ ലോസ് ആണ്. ഫ്യൂച്ചേഴ്സ് ട്രേഡാണ്. ആ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല. ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമുക്ക് പുതിയ ട്രേഡുകൾ എടുക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പഴയ ട്രേഡിൽ SL അപ്ഡേറ്റ് ചെയ്യാനും TP അപ്ഡേറ്റ് ചെയ്യാനും എല്ലാം നമുക്ക് പറ്റും ഫ്യൂച്ചേഴ്സിൽ. ഓക്കെ, സ്പോട്ട് കോയിൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്പോട്ട് കോയിൻ 12 മുൻപായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്തുകൊണ്ട് USDT ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വേറെ എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഒരൊറ്റൊരു വിഡ്രോവൽ ഫീൽ നമുക്ക് എല്ലാ കോയിൻസിൻ്റെയും USDT എന്താക്കാം, വേറെ എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ എന്നെ പോലെയാണെങ്കിൽ ഇപ്പോൾ ഫെച്ച് ഉണ്ട്, STX ഉണ്ട്, നിയർ ഉണ്ട്, കാർവ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു COQ എന്ന് പറയുന്ന കോയിൻ ഉണ്ട്. ഇതുപോലെ ഒരുപാട് കോയിൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരുപാട് കോയിൻസിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് ഒരുപാട് ട്രാൻസാക്ഷൻ ഫീ കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ വിഡ്രോ എടുക്കുന്നു. വിഡ്രോ എടുത്തതിന് ശേഷം എൻ്റെ കയ്യിലുള്ള USDT മാത്രം ഞാൻ വേറെ എക്സ്ചേഞ്ചിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ആയി. ആ USDT വിഡ്രോവലിന് ഫീ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഫെച്ചിൻ്റെ കോയിൻ, ഈ ഫെച്ച് AIൻ്റെ കോയിൻ ആണെങ്കിൽ എന്താ, വിഡ്രോ എടുത്തു കഴിഞ്ഞാൽ ഇതിന് കാണാൻ പറ്റും. ഇതിൻ്റെ വിഡ്രോ ഫീ നോക്കുക, 2 ഫെച്ചാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ആകെ 152 ഉള്ളൂ. ആ 152-ൽ 2 ഞാൻ എന്ത് ചെയ്യണം, ഈ വിഡ്രോവൽ ഫീ ആയിട്ട് ബൈബിറ്റിന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ ഓൺ ചെയിൻ ട്രാൻസാക്ഷൻ ചെയ്യുന്നതോറും നമുക്ക് വിഡ്രോവലിൻ്റെ പ്രോസസ്സിംഗ് ഫീ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എക്സ്ചേഞ്ചിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് കോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 12 മുൻപ് തന്നെ സെല്ല് ചെയ്തുകൊണ്ട് USDT ആക്കണമായിരുന്നു. അത് അറിഞ്ഞില്ല എന്ന് പറയരുത്. ഞാൻ വ്യക്തമായിട്ട് ടെലഗ്രാമിൽ പറഞ്ഞതാണ് വിഡ്രോ ചെയ്യുക എന്നുള്ള കാര്യം. ഓക്കെ, അറിഞ്ഞില്ല എന്നൊരു കാര്യം ഇവിടെ പ്രസക്തിയില്ല. കാരണം എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക എന്നുള്ള കാര്യം. ഇപ്പോഴും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനിയെങ്കിലും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫണ്ട് ഞാൻ അവിടെ വെച്ചിരിക്കുന്നതിനാണ്. ഇനി ബൈബിറ്റ് വിഡ്രോൾ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നത് വരെ ഫണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈനാൻസ് ഒക്കെ തിരിച്ചു വന്ന പോലെ തന്നെ എല്ലാ റൂൾസും പാലിച്ചുകൊണ്ട് FIUൻ്റെ അണ്ടറിൽ രജിസ്റ്റേർഡ് ആയിട്ട് ഇന്ത്യയിലേക്ക് വീണ്ടും ബൈബിറ്റ് തിരിച്ചു വരും. അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ ഞാനപ്പോൾ ട്രേഡ് ചെയ്തുണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ 30% ആര് കൊണ്ടുപോകും, ഗവൺമെൻറ് കൊണ്ടുപോകും.
അപ്പോൾ ഞാൻ ആരോടും ടാക്സ് അടയ്ക്കേണ്ടെന്നോ ടാക്സ് വെട്ടിക്കാനോ ഒന്നും പറയുന്നില്ല. നിങ്ങൾ കൃത്യമായി ടാക്സ് അടയ്ക്കുക. നമ്മളുടെ ഇന്ത്യയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിനും നല്ല റോഡുകൾക്കും നമുക്ക് ഒരു രീതിയിലുള്ള കഷ്ടപ്പാടും ഇല്ല. എങ്ങോട്ടേക്ക് വേണമെങ്കിലും 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്ന ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടാക്സ് കൊടുത്തേ പറ്റൂ. ഞാൻ അംഗീകരിക്കുന്നു. കാരണം എന്താണ്, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കാലെടുത്ത് വെക്കുന്നത് എങ്ങോട്ടേക്കാണ്? നല്ല പളുവള തിളങ്ങുന്ന റോട്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ടാക്സ് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. നിങ്ങളും അടയ്ക്കുക. നമ്മുടെ രാജ്യം ഇതുപോലെ തന്നെ ഇനിയും ഓരോ ദിവസവും മുന്നേറണം എന്ന് ആഗ്രഹിക്കാത്ത ആളാണ് നമ്മളെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണ്, വേറെ KYC ഇല്ലാത്ത എക്സ്ചേഞ്ചിലേക്ക് മാറുക എന്നുള്ളതാണ്. ഓക്കെ, നിലവിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു KYC ഉള്ള എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിറ്റിന് ഒഴികെയാണ് പറയുന്നത്, അത് BingX ആണ്. നോൺ KYC എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബ്ലോഫിൻ ആണ്. ഓക്കെ, ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന നോൺ KYC എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ MEX ആയിരുന്നു. പക്ഷേ MEXയിൽ നിലവിൽ നമുക്ക് KYC ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ ഒക്കെ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നോൺ KYC എക്സ്ചേഞ്ച് യൂസറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഓരോ 6 മാസത്തിലും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഇതുപോലെ എക്സ്ചേഞ്ച് മാറിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. കാരണം എന്താണ്, ഗവൺമെൻറ് ഓരോ എക്സ്ചേഞ്ചിനെ കണ്ടുപിടിക്കും തോറും അവർക്ക് ഈ റൂൾസ് പാലിക്കണം എന്ന് പറയും. അവർ റൂൾസ് പാലിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളിതുപോലെ നമ്മുടെ രാജ്യത്തിന് ഉന്നതിയിലേക്ക് എത്തിക്കേണ്ടെന്ന് ആഗ്രഹിക്കുന്നില്ല, നമുക്ക് ഇത്ര ടാക്സ് കൊടുക്കണം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വേറെ എക്സ്ചേഞ്ചിലേക്ക് മാറണം. ഈ മാറുന്ന എക്സ്ചേഞ്ച് സേഫ് ആണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും ഒരു ലൊക്കഡ എക്സ്ചേഞ്ചിലേക്ക് പോയി കയറി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് ലോസ്റ്റ് ആവും. ആ കാര്യം ഞാൻ ഇപ്പോഴേ പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുത്ത് ഉന്നതിയിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോൺ KYC എക്സ്ചേഞ്ച് യൂസ് ചെയ്യാം. അങ്ങനെ നോൺ KYC ആക്കിക്കൊണ്ട് നമുക്ക് നിലവിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചാണ് ബ്ലോഫിൻ എന്ന് പറയുന്ന ഈ ഒരു എക്സ്ചേഞ്ച്. ഓക്കെ, ലിങ്ക് വേണ്ടവർക്ക് താഴെ കൊടുക്കാം. അതിലൂടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. നോൺ KYC ആണ്. ID കാർഡോ പേരോ രാജ്യമോ ഒന്നും കൊടുക്കേണ്ട. ബ്ലോഫിനിൽ അക്കൗണ്ട് എടുക്കാം, ഡെപ്പോസിറ്റ് കൊടുക്കാം. ഞാൻ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. USDT ആണെങ്കിൽ USDT എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, USDT സെലക്ട് ചെയ്ത് കൊടുക്കുക. കോയിൻ ചൂസ് നെറ്റ്വർക്ക് ഏത് കൊടുക്കണം, നിങ്ങൾക്ക് ഏത് നെറ്റ്വർക്ക് ചൂസ് ചെയ്യാം. എല്ലാ നെറ്റ്വർക്കിനും സെയിം ഫീ അല്ല, മിനിമം ഡെപ്പോസിറ്റും വ്യത്യാസം ഉണ്ടാവും. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ചെയിൻ എന്ന് പറഞ്ഞാൽ BNB സ്മാർട്ട് ചെയിൻ ആണ്, BEP20. ഓക്കെ, ബൈനാൻസിൻ്റെ ചെയിൻ. കാരണം ഇതിൽ ഫീ വളരെ കുറവാണ്, വളരെ ഫാസ്റ്റുമാണ്. ഏത് നെറ്റ്വർക്കാണോ ഇഷ്ടം അത് യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് BNB സ്മാർട്ട് ചെയിൻ BEP20 തന്നെയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, USDT ഡെപ്പോസിറ്റ് അഡ്രസ്സ് കിട്ടും. ഇവിടെ കോപ്പി ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സെക്കൻഡ് അക്കൗണ്ടിൽ എവിടെയാണ്, ബൈബിറ്റിലാണ്. ബൈബിറ്റിലേക്ക് വന്നു. അതിനുശേഷം വീണ്ടും ബൈബിറ്റിൽ അസറ്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകുന്നു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, വിഡ്രോ കൊടുക്കുന്നു. അതിനുശേഷം ഏത് കോയിനാണ് ഇപ്പോൾ ഞാൻ കൊടുത്തത്, USDT. അപ്പോൾ ഞാൻ ഇവിടെ USDT സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അഡ്രസ്സ് പേസ്റ്റ് ചെയ്തു. നെറ്റ്വർക്ക് ഏതാണ് കൊടുക്കേണ്ടത്, BNB സ്മാർട്ട് ചെയിൻ. ഞാൻ അവിടെ ഏതാണോ ചൂസ് ചെയ്തത് അത് തന്നെ ഇവിടെ ചൂസ് ചെയ്യണം. ഓക്കെ, നമ്മളുടെ ഇഷ്ടത്തിന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ട് അവിടെ എത്തില്ല. ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു അഡ്രസ്സും നെറ്റ്വർക്കും കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. വീണ്ടും എടുത്ത് നോക്കിയാലും പ്രശ്നമില്ല. നോക്കുക, BNB സ്മാർട്ട് ചെയിൻ ആണ്. അതുപോലെ തന്നെ ഈ ഒരു C6 അവസാനിക്കുന്നത്, 0x ആണ് സ്റ്റാർട്ടിങ്. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളും കറക്റ്റാണ്. എന്നിട്ട് മിനിമം വിഡ്രോയിൽ വരുന്ന എത്രയാണ്, 10 ആണ് BNB സ്മാർട്ട് ചെയിനിൽ. ഓക്കെ, ഓരോ നെറ്റ്വർക്കിനനുസരിച്ചും ഈ ഒരു മിനിമം വിഡ്രോവൽ ലിമിറ്റും മാറും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതുപോലെ $10 വിഡ്രോ കൊടുത്ത് എൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വിഡ്രോ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, ഈ ഒരു ബ്ലോഫിനിൻ്റെ അസറ്റ് സെക്ഷനിലേക്ക് ആ ഒരു എമൗണ്ട് എത്തും. ഓക്കെ, ഇനി നിങ്ങൾക്ക് KYC ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ടാക്സും കൊടുത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ ആഗ്രഹമുള്ള ആളാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സ്ചേഞ്ചാണ് BingX അല്ലെങ്കിൽ ബൈനാൻസ്. ഓക്കെ, ബൈനാൻസ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്താണ്, വളരെ വലിയ ട്രേഡിംഗ് ഫീ ആണ്. ഒരു ട്രേഡ് എടുക്കുന്നതിന് തന്നെ നല്ല ഫീ പിടിക്കുന്നുണ്ട് ബൈനാൻസ്. അതുകൊണ്ട് ഞാൻ ബൈനാൻസ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള എക്സ്ചേഞ്ചാണ് BingX എന്ന് പറയുന്നത്. ഇതിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം, വേണ്ടവർക്ക് അതിലൂടെ കയറാം. കയറിയിട്ട് ആദ്യം $100 ഡെപ്പോസിറ്റ്, ഫസ്റ്റ് ഡെപ്പോസിറ്റ് $100 ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, $50 ഡെപ്പോസിറ്റ് ബോണസ് കിട്ടും. BingXും പണ്ട് നോൺ KYC ആയിരുന്നു. പക്ഷേ ഇന്ത്യൻ യൂസേഴ്സിന് ഇപ്പോൾ KYC ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതും FIUൻ്റെ നിയന്ത്രണത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഞാൻ ഇവരുടെ BingXിൻ്റെ റെപ്രസെൻറ്റേറ്റീവുമായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞത് FIUമായിട്ട് രജിസ്റ്റേർഡ് ആണോ എന്നുള്ള കാര്യം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. ഓക്കെ, FIUൻ്റെ അണ്ടറിലാണ് എന്നും പറയുന്നില്ല, അല്ല എന്നും പറയുന്നില്ല. നോൺ KYC അക്കൗണ്ട് യൂസ് ചെയ്യാമെന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ടാക്സ് കൺസൾട്ടൻറ്റിനെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ TDSും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് വ്യക്തമായി എല്ലാ വർഷവും കറക്റ്റായി ടാക്സ് അടച്ച് മാത്രം മുന്നിലേക്ക് പോവുക. അല്ലാതെ ഒരിക്കലും ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യങ്ങളും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് നേരം ചിന്തിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നോൺ KYC എക്സ്ചേഞ്ച് ആണെങ്കിൽ ബ്ലോഫിൻ, KYCയുടെ എക്സ്ചേഞ്ച് ആണെങ്കിൽ BingX. ഈ 2 എക്സ്ചേഞ്ച് തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് സ്വന്തമായിട്ട് എക്സ്ചേഞ്ച് കണ്ടുപിടിച്ചെടുക്കാം. ഞാൻ പറയുന്ന കാര്യം കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഒരാവശ്യമില്ല. സ്വന്തമായിട്ട് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. എല്ലാവർക്കും അതിനുള്ള റിസോഴ്സും അവൈലബിൾ ആണ്. സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യാം, അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം, എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ പേഴ്സണലി യൂസ് ചെയ്യുന്ന 2 എക്സ്ചേഞ്ചുകൾ മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്തത്. ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡ് ചെയ്യുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. കമൻസിന് പേഴ്സണലി റിപ്ലൈ തരാൻ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ടെലഗ്രാമിൽ നിങ്ങളുടെ എല്ലാ കമൻസിൻ്റെ ഒരു സമ്മറി പോലെ ഒരു വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ പാസ് ചെയ്യാം. തീർച്ചയായിട്ടും അത് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. See you soon. Bye.